നമസ്കാരം. അറ്റ്ലീറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ഹീലറും അതുപോലെ തന്നെ റൈക്കി മാസ്റ്റർ ടീച്ചറുമായ ശ്രീജ അഭിലാഷാണ്. നമസ്കാരം മാഡം. അപ്പോൾ മാഡം, ഹീലിങ്ങിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹീലിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹീലിംഗ്, എവിടെയാണ് ഹീൽ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് റേക്കി ഹീലിംഗ് ആണ്. പലതരം ഹീലിംഗ് ഉണ്ട്. അതില് ഞാൻ ചെയ്യുന്നത് റേക്കി ഹീലിംഗ്. എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഊർജ്ജ ചികിത്സയാണ്. റേ എന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ, ഹീ എന്ന് പറഞ്ഞ ലൈഫ് ഫോഴ്സ് എനർജി, അതായത് പ്രാപഞ്ചികമായ ജീവശക്തി ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതിനെയാണ് നമ്മൾ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായി ചെയ്തത് ബുദ്ധ ഭഗവാനാണ്. അതിനുശേഷം ജീസസ് ക്രൈസ്റ്റും ഈ രീതിയിലാണ് മറ്റ് ആൾക്കാരെ ഹീൽ ചെയ്തിരിക്കുന്നത് പറയണേ. അതിനുശേഷം ഇത് ആരെങ്കിലും ചെയ്തതായിട്ട് യാതൊരു അറിവുമില്ല. അതിനുശേഷം 19-ാം നൂറ്റാണ്ടില് ഒരു ജാപ്പനീസ് ക്രിസ്തീയ വൈദികൻ മാസ്റ്റർ ഉസൂയി ആണ് ഈ ഒരു എനർജി ഉണ്ടെന്നും അതിനെ റീഡിസ്കവർ ചെയ്തതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹയാഷി മാസ്റ്ററിലേക്കും അതിനുശേഷം ഹയാഷി മാസ്റ്റർ തക്കാത്ത എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്, അവരിലോട്ടും ഈ റേക്കി പഠിപ്പിച്ചു. അവരാണ് പിന്നീട് 22 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ സൃഷ്ടിച്ചത്. അവര് ലോകത്ത് എല്ലാം ചെന്ന് ഹീലിംഗ് പഠിപ്പിച്ചിട്ടാണ് നമ്മളെ പോലുള്ളവരിലേക്ക്. അല്ല, അപ്പൊ ഞാനിപ്പോ ഒരു സംശയം ചോദിക്കട്ടെ. ഈ ഹീലിംഗ് നമ്മളിപ്പോ ഹിന്ദു മതത്തിൽ തന്നെ ജ്യോതിഷമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്തീയ മതത്തിൽ അവരുടേതായിട്ടുള്ളതുണ്ട്, മുസ്ലിംസിലും അതുപോലെ തന്നെ ഉണ്ട്. ഈ ഹീലിംഗ് ഏത് മതാചാരപ്രകാരം ചെയ്യുന്ന ഒരു ഇതാണ്? സത്യത്തില് ഹീലിംഗിന് യാതൊരു മതമില്ല. ഇത് നമുക്കറിയാലോ, പ്രപഞ്ചത്തിലൊരു ജീവശക്തിയുണ്ട്, ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി ഉപയോഗിച്ചിട്ടുള്ള ഊർജ്ജ ചികിത്സ. ജാതിയോ മതമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ചെയ്തത് ബുദ്ധ ഭഗവാനാണ് എന്ന് വെച്ചിട്ട് അതിന് ഹിന്ദു മതത്തിനോടോ ബുദ്ധമതത്തിനോടോ അല്ലെങ്കിൽ ഇത് ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ യാതൊന്നുമില്ല. അല്ല, ഇത് പഠിക്കുന്ന ആർക്കും വേണമെങ്കിലും ചെയ്യാം. ആർക്കും ചെയ്യാം. അല്ല, നമ്മുടെ ഞാനിപ്പോ പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉപാസന എടുക്കണം എന്നുണ്ടെങ്കിൽ, അത് ഹിന്ദു മതത്തിലെ വെച്ചിട്ട് ഞാൻ പറയാണ്, ഉപാസന എടുക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ഒരു നാളനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നക്ഷത്രം ഉണ്ടല്ലോ, അപ്പൊ ആ നക്ഷത്രം അനുസരിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്ന ദേവതേനെ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ദേവതേനെ ഉപാസിക്കാവുള്ളൂ എന്നൊക്കെയുള്ള കുറെ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവൻ ജനിച്ച സമയം, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന ആ ഒരു രീതി, ചുറ്റുപാട്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ ദേവതേനെ അവർക്ക് അവരുടെ ഗുരു കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഹീലിംഗിലേക്ക് വരുമ്പോൾ ഈ ഹീലർക്ക് കൊടുക്കേണ്ട ഈ പറഞ്ഞ ഒരു അതായത് നിങ്ങളുടെ ഈ ഒരു പാത, ആ ഒരു പാതയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ പറഞ്ഞ പോലെ വന്ന വഴികളും ചെയ്ത രീതികളും നക്ഷത്രമോ ജന്മനക്ഷത്രമോ അതൊന്നും വേണ്ട. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഇവൻ എന്റെ മകള് പോലും റേക്കി പഠിച്ച കുട്ടിയാണ്. അതെ, അത് നമുക്കത് മനസ്സിലാക്കാൻ, ആ ഹീലിംഗ് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ആ പ്രായം തൊട്ട് നമുക്ക് ഹീലിംഗ് പഠിക്കാം. അതെ. അല്ല, ഇതിപ്പോ പഠിക്കാൻ തുടങ്ങുന്നതിനൊരു നിശ്ചിതമായിട്ടുള്ള പ്രായമുണ്ടോ? ഇല്ല. അത് ഞാൻ പറഞ്ഞ പഠിപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് എപ്പോ ഉണ്ടോ ഒരു പ്രായം കഴിഞ്ഞ. എന്റെ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പഠിച്ചത്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് 13 വയസ്സിന് ശേഷമാണ് ഹീലിംഗ് കൊടുക്കാവുള്ളൂ. അതായത് കുട്ടികൾക്ക്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗർഭിണിയായിരിക്കുന്ന കുട്ടികൾക്ക് ആളുകൾക്ക് കൊടുക്കാവോ? റേക്കിയുടെ പ്രത്യേകത അത് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാ. ഏറ്റവും മൈൽഡ്. അത് ആർക്കും, ഗർഭസ്ഥാവസ്ഥയിലുള്ള ആ ശിശുവിന് പോലും നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. റേക്കി അതായത് ഉദരത്തിൽ കിടക്കുന്ന കുട്ടികൾക്ക് പോലും ഹീലിംഗ് കൊടുക്കാം. ഞങ്ങൾ എത്ര ഗർഭിണികൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ കുട്ടിയുടെ തല താഴത്തോട്ട് വന്ന് ഇരിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതിനൊക്കെ നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പൊ അത് ഒരു ശക്തിയാണ് നമ്മളിങ്ങനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള എനർജി, ലവ് ആൻഡ് ലൈറ്റ്. അതെ. അതുകൊണ്ട് നമുക്ക് ഒരാളെയും നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇപ്പൊ എനിക്കിപ്പോ ഒരാളെ നെഗറ്റീവ് ചെയ്യണം, ഞാനിപ്പോ ഒരു റൈക്കി ഹീലിംഗ് പഠിച്ച ഒരാളാണ്, അപ്പൊ എനിക്കപ്പൊ അയാളിലേക്ക് നെഗറ്റീവ് എത്തിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ റൈക്കി കൊണ്ടൊന്നും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അപ്പൊ ഇതിന്റെ മാർക്കറ്റിംഗ് ഇടിയോട്ടോ. കുഴപ്പമില്ല, അങ്ങനെയുള്ളവർ പഠിച്ചാൽ മതി. റേക്കി എന്ന് പറഞ്ഞല്ലോ ഞാൻ, അത് ലവ് ആൻഡ് ലൈറ്റ് ആണ്. അത് ഒരാൾക്ക് നന്മയിലോട്ട് മാത്രം, അതൊരു കോൺഷ്യസ് എനർജി. അതിനറിയാൻ ശരി എന്താണ് തെറ്റെന്താണ്, അതിനുള്ള കഴിവുണ്ട്. അപ്പൊ എനിക്ക് ആഗ്രഹം, ഇപ്പൊ എനിക്ക് അമലിനെ ഉപദ്രവിക്കണം എന്ന് നല്ല ആഗ്രഹമാണ്. ഞാൻ ആ ഒരു ചിന്തയോട് കൂടി അമലിലോട്ട് അല്ല, ഞാൻ പറയണേ, എക്സാമ്പിൾ പറയാം. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ അമലിനെ
അമലിലോട്ട് എനർജി അയക്കുകയാണെങ്കിൽ ഞാൻ ചമ്മി പോകും. അതെ. അത് നടക്കില്ല. കാരണം റേക്കിക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ആഗ്രഹിക്കാന്നുള്ളൂ. അതെ. പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ആഗ്രഹിച്ച അതിനുള്ള ഫലം ഞാൻ അനുഭവിക്കും. അതെ, അങ്ങനെയുണ്ട്. അല്ല, കാർമിക്കുണ്ട്. അതെന്തായാലും നമ്മൾ ഒരാൾക്ക് തെറ്റ് സംഭവിക്കണം എന്ന് വിചാരിച്ച അതിന്റെ കർമ്മം എന്തായാലും നമുക്ക് വരും. അതിപ്പോ റേക്കി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മളുടെ ചിന്ത, നമ്മളുടെ പ്രവൃത്തി എന്തിനും കർമ്മയുണ്ട്. അത് നല്ല കാര്യത്തിനാണെങ്കിലും ചീത്ത കാര്യത്തിനാണെങ്കിലും ഈവൻ ചിന്തകളിൽ പോലും വരുന്ന നെഗറ്റീവ്സിന് നമ്മൾ കർമ്മ അനുഭവിക്കണം. അപ്പൊ ഈ കർമ്മദോഷങ്ങളെ റൈക്കി നമ്മൾ, അതായത് കർമ്മം ചെയ്തിട്ടുണ്ട് നമ്മൾ റൈക്കി പഠിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഈ കർമ്മങ്ങളെ നമുക്ക് റൈക്കി പഠിച്ചതിന് ശേഷം ഇല്ലാതാക്കാൻ പറ്റുമോ, അതോ അനുഭവിച്ച് തന്നെ തീർക്കണോ? കർമ്മങ്ങള് പല രീതിയിൽ അനുഭവിക്കും. ഇപ്പൊ ചിലപ്പോ നമ്മൾ നന്നായിട്ട് ഇപ്പൊ റേക്കൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ നല്ല രീതിയിൽ ചിന്തയും പ്രവൃത്തിയും ഒക്കെ നല്ല രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ ഗുഡ് കർമാസ് കൂടിക്കൊണ്ടിരിക്കുക. ചിലപ്പോ നമുക്ക് ഒരു സ്വപ്നത്തിൽ കൂടെ പോലും നമ്മുടെ കർമ്മ അനുഭവിച്ച് തീരാം. നമ്മള് സ്വപ്നം കാണുമ്പോ എന്താ സംഭവിക്കണം, നമ്മൾ ശരിക്കും ആ സംഭവങ്ങള് റിയലൈസ് ചെയ്യുന്നില്ല. പേടിയാണെങ്കിലും ചിലപ്പോ അതിൽ കൂടെ ഇപ്പൊ നമ്മുടെ മഹാഭാരതം കഥയില് നമ്മുടെ യുധിഷ്ഠിരൻ സ്വർഗത്തിലെത്തി, അവിടെ എത്തിക്കഴിയുമ്പോ ഫസ്റ്റ് കൊണ്ടുപോകുന്ന നരകത്തില് ആ ഭാഗത്തിലൂടെയാ. അവിടെ ചെല്ലുമ്പോ ഭീമനും ദ്രൗപദി അവരൊക്കെ അവിടെ കിടന്ന് നരകിക്കുന്ന കാണണം. ഒരു നിമിഷം ആളാകെ എനിക്ക് നരകം സ്വർഗം വേണ്ട നരകം മതിന്ന് ചിന്തിക്കും. കാരണം ഇവർക്കൊക്കെ ഇത് വന്നില്ലേ. പക്ഷെ അത് അവരുടെ ഒരു ശിക്ഷയായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല. സ്വർഗത്തേക്ക് ചെല്ലുമ്പോ ഇവരൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു കുറച്ച് നിമിഷം യുധിഷ്ഠിരൻ ഭയങ്കരമായിട്ട് അനുഭവിക്കും. എന്തുകൊണ്ടാന്നറിയോ, ആ യുദ്ധ സമയത്ത് ഒരു നുണ പറയുന്നുണ്ട്. അശ്വത്ഥാമാവ് മരിച്ചു, അശ്വത്ഥാമാവ് എന്നൊരു ആന മരിച്ചു എന്നാണ് പറയണതെങ്കിലും ദ്രോണര് കേൾക്കാൻ വേണ്ടിട്ട് അത് പറയണേ. അശ്വത്ഥാമാവെന്ന് ഉറക്കെ പറയും, എന്ന ആനാന്ന് പതുക്കെ പറയും. അപ്പോഴാണ് ദ്രോണറുടെ എനർജി മൊത്തം. ആ സമയത്താണ് അവിടെ വധം നടക്കണേ. ആ ഒറ്റ കേസിന് യുധിഷ്ഠിരൻ ആ ഒരു ടൈമിൽ അനുഭവിച്ചു. അപ്പൊ അതുപോലെ നമ്മൾ സ്വപ്നത്തിലായാലും ആ കർമ്മ അനുഭവിച്ച് തീർത്താലോ. മനസ്സിലായോ? എന്തായാലും ഞാൻ ഈ സംഭവം കേട്ടിട്ടില്ല. നാളെ പോയി കൽക്കി സിനിമ ഒന്ന് കാണണം. സിനിമ കണ്ടിട്ടില്ല. കൽക്കി സിനിമയ്ക്കകത്തോട്ടായിരിക്കുമല്ലോ. ഓക്കെ, സിനിമ കാണണ്ട. സിനിമയിൽ കുറെ ഫിക്ഷൻസും കാര്യങ്ങളും ബുക്ക് വായിക്കുക. എന്റെ മകളോടായാലും ഞാൻ പറയും, അവള് ഫുൾ ടൈം മഹാഭാരതം അല്ലാതെ സീരിയൽ കണ്ടോണ്ടിരിക്കും. ഞാൻ പറയാം അതിൽ കുറെ മാർക്കറ്റിംഗ് സംഭവങ്ങളും കയറുന്നുണ്ട്. നിങ്ങൾ വായിക്കൂ. വായിച്ചിട്ട് ആ കഥ മാത്രല്ല, അതിൽ ഇന്നർ മീനിങ്സ് ആണ് നമ്മുടെ ഉള്ളിലോട്ട് കിട്ടുന്നത്. അല്ല, ഇപ്പൊ ബുക്കിന് അത് പറഞ്ഞപ്പോഴാണ് റൈക്കി ഹീലിംഗ് പഠിക്കുന്ന ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് അല്ലെങ്കിൽ താങ്കൾ വായിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ബുക്കിന്റെ ഒരു പേര് പറയാൻ പറ്റുമോ? റേക്കി പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ. കുറെ ബുക്കുകളും കിട്ടുന്നുണ്ട്. താന്ത്രിക് റേക്കി എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. പിന്നെ കളർ റേക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, മലയാളത്തിലുള്ള കേട്ടോ. ഇംഗ്ലീഷ് കുറെ ബുക്കുകളുണ്ട്. പിന്നെ റേക്കി നമുക്ക് ഒരിക്കലും ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ചിട്ട് ഇന്നത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. എനിക്ക് ഞാൻ ഇന്ന് അമലിന് ഒരു രീതിയിലാണ് ഹീൽ ചെയ്യുന്നത്. അടുത്തൊരു ക്ലയന്റ് വന്നു, ചിലപ്പോ ഇയാളെ ഹീൽ ചെയ്ത പോലെ ആയിരിക്കില്ല. അത് ആ ടൈമില് നമ്മൾക്ക് തോന്നും ഇന്നത് ചെയ്യണ്ടേ, അങ്ങനെയുള്ളതൊക്കെ തോന്നും. അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതില്ല. അതായത് ഇപ്പൊ ഈ റൈക്കി ഹീലിംഗ് ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ, അതായത് ഒരു ലിനേജ് ഉണ്ടായിരിക്കുമോ? അതുണ്ട്, ലിനേജ് ഉണ്ട്. അപ്പൊ അവര് ആ ഒരു ലിനേജിൽ വന്നത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഓരോരോ മെത്തേഡുകൾ ഉണ്ടാവും. മെത്തേഡിന്റെ കാര്യം മാത്രല്ല, നമ്മൾ ഹീലിംഗിൽ ഇരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് മാസ്റ്റേഴ്സ് ആണ് ചെയ്യിപ്പിക്കുന്നത്, നമ്മളല്ല ചെയ്യുന്ന. ഓഹോ, അപ്പൊ എല്ലാത്തിനും മേളില് ഗുരു, അതായത് മലയാളത്തില് ഗുരുവാണ്. അതെ, ഗുരുവാണ് നമ്മളെ കൊണ്ട്. നമ്മുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ടായിരിക്കും, ആർക്കേഞ്ചൽസ്, നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. നമ്മള് അവിടെ ഒന്ന് ഫ്രീ ഇരുന്ന് കൊടുത്താൽ മതി. നമ്മളെ കൊണ്ട് അവരായിരിക്കും ഹീലിംഗ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നമ്മളാണ് ഹീല് ചെയ്യണേന്നുള്ള ഒരു ധാരണ ഭാവം വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. അപ്പൊ എന്താ പറയുക, നമ്മൾ അറിയാണ്ട് പോലും നമ്മുടെ എനർജിയും കൂടെ. ഇപ്പൊ ഞാനാണ് ഇപ്പൊ, അതായത് ഒരു മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ചെറിയൊരു ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ ഡ്രിങ്ക്സ് അടിച്ചത് ഞാൻ തന്നെ എന്റെ ഉള്ളിലേക്കാണ് എടുത്തത്.
അപ്പൊ അതിന്റെ എനർജി, അതായത് ആ ഡ്രിങ്കിന്റെ എനർജി എന്നിൽ തന്നെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ വാള് ഓവറാക്കി കഴിഞ്ഞാൽ വാള് വെച്ചേക്കാം. ആ വാള് വെക്കുന്നതല്ല അതിന്റെ റിയാക്ഷൻ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണോ? അതല്ല, ഇതില് റേക്കി നമ്മുടെ യൂണിവേഴ്സൽ എനർജീനെ വിളിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടെ കടത്തി വിടുന്നു എന്നുള്ളൂ. നമ്മളൊരു ചാനല് മാത്ര, നമ്മളല്ല ഹീല് ചെയ്യുന്നത്, റേക്കിയാണ് ഹീൽ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നല് വരാണ് ഞാനാണ് ചെയ്യണേന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ എനർജി കൂടി അവിടെ പാസ്സാവും. ഇവിടെ ഞാൻ ന്യൂട്രൽ ആയിട്ട് ഇരിക്കാനേ പാടുള്ളൂ. എന്നിലൂടെ അവിടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും എനർജി. അറിയാണ്ട് പോലും ഞാനാണെന്നുള്ള ചിന്ത വരുമ്പോ മറ്റുള്ളവരുടെ നെഗറ്റീവ് നമുക്ക് കിട്ടും. അതെ. ഇവിടെ നമ്മളൊരു ചാനൽ മാത്രം. റേക്കി ദീക്ഷ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ആ യൂണിവേഴ്സൽ എനർജി ആയിട്ട് നമ്മളെ കണക്ട് ചെയ്ത് തരാണ് ചെയ്യണത്. ഓക്കെ. അപ്പൊ ഈ റൈക്കി ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ റൈക്കി ഉപയോഗപ്പെടുന്നത്? റേക്കി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കാം. ശാരീരിക, മാനസിക, വൈകാരിക, എനർജറ്റിക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക്, സാമ്പത്തിക ഇഷ്യൂസിന്, അസുഖങ്ങൾക്ക്. സാമ്പത്തികത്തിന് പറ്റുമോ? സത്യത്തില് നമുക്ക് എന്താ, എനിക്കിപ്പോ 5 ലക്ഷം രൂപ വേണ്ട ആവശ്യമുണ്ട്, ഒരു 5 ലക്ഷം രൂപ കിട്ടുമോ? അതിന് സാമ്പത്തികത്തിന് വേണ്ടിന്ന് പോയി പഠിക്കരുത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നല്ലതാവാൻ, നമ്മൾക്ക് ഒരു ഉയർച്ച വരാനായിട്ട്, അത് ഇത് ഭൗതികമായ രീതിയിൽ മാത്രല്ല, ആത്മീയ രീതിയിലും ഉന്നതി വരണം നമുക്ക്. ഇതില് റേക്കി നമ്മളുടെ ജീവിത സാഹചര്യം എന്തിനടിസ്ഥാനം, നമ്മുടെ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കണേ. 7 ചക്രം മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ. ഈ ചക്രാസിൽ വരുന്ന ഇംബാലൻസ്, ഇപ്പൊ മൂലാധാര ചക്രം കറക്റ്റ് ആയിട്ട് വർക്ക് ആവാത്ത ഒരു ആളുടെ ഹെൽത്ത്, വെൽത്ത് ഇതെല്ലാം പ്രശ്നമായിരിക്കും. അതായത് തറ ഉറപ്പിച്ചാലാണ് മേളിലേക്ക് പോകുള്ളൂ. അതെ. അപ്പൊ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള വ്യക്തിയുടെ മൂലാധാരം തകർന്നായിരിക്കും. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് മൂലാധാരത്തിന്റെ ദേവതയാണ് ഗണപതി. അപ്പൊ ഈ ഗണപതിനെ ഉപാസിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ അതുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പല രീതിയിൽ നമുക്ക് ചക്രാസ് ആക്റ്റീവ് ആക്കാം. അതിനിപ്പോ അല്ല, ഈ മൂലാധാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഗണപതി മൂലാധാരത്തിന്റെ ദേവതയാണ്. അതുപോലെ തന്നെ ഈ വരാഹി ദേവി, ഈ വരാഹി എന്നുള്ള ദേവി ഈ പറഞ്ഞ പോലെ മൂലാധാരത്തെ അവളവക്കടെ പന്നിമുഖ തേറ്റ കൊണ്ട് കുത്തിപ്പൊക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദേവതകളായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഈ പരിപാടിക്ക്? അത് റേക്കിയില് ഇല്ല. റേക്കിയില് നമുക്ക് ദേവതകളെ കൊണ്ടുവരണ്ട. അതില് ഞാൻ പറയുന്നത് പല രീതിയിൽ ചക്രാസ് ആക്റ്റീവ് ആക്കാം. ഭക്ഷണ രീതികളുണ്ട്. ഇപ്പൊ നമ്മുടെ മൂലാധാര ആക്റ്റീവ് ആക്കാൻ എന്ത് വേണം? നമ്മുടെ റെഡ് കളറുള്ള ഫുഡ്സ്, ഫ്രൂട്ട് ഐറ്റംസ്, ബീട്രൂട്ട് പോലുള്ള അത് കഴിക്കുന്നത് നമ്മുടെ മൂലാധാരം ആക്റ്റീവ് ആക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി ആക്കും. ഇപ്പൊ ആക്റ്റീവ് ആക്കാന്ന് പറഞ്ഞാൽ ഈ ചക്രത്തിന് ഓരോ ചക്രങ്ങൾ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലാണ് കറങ്ങണേ. അതില് ഓവർ ആയാലും പ്രശ്നം, സ്ലോ ആയാലും പ്രശ്നം. ബാലൻസ് ആയിരിക്കണം, അത് കറക്റ്റ് ആയിട്ട് കറങ്ങണം. അപ്പൊ പല രീതി എന്ന് പറഞ്ഞാൽ ഫുഡ്, പിന്നെ ബീജമന്ത്രങ്ങൾ, ഓരോ ചക്രാസിനും ഓരോ ബീജമന്ത്രങ്ങളുണ്ട്, അത് ചാൻഡ് ചെയ്യാം. പിന്നെ കളർ തെറാപ്പി, ആ കളറ് മൈൻഡിൽ കണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ റേക്കി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് റേക്കി വെച്ചിട്ട് നമുക്ക് ഹീൽ ചെയ്ത് ചക്രാസ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ വലിയ മന്ത്രവാദങ്ങളെല്ലാം ചെയ്യുന്നവര് ഈ ചക്രം, അതായത് ശരിക്കും മന്ത്രവാദം ചെയ്യുന്നവരും തന്ത്രവാദം ചെയ്യുന്നവരും ഒക്കെ ഈ ചക്രങ്ങൾ ഉണർത്തി മറ്റേ 6 പടിയും കയറി ചെന്നാൽ ശിവനെ കാണാറ് പതിവുണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം താനാണോ ആരാണോ എന്നുള്ള ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഇത്രയും വലിയ യാതനകളും സാധനങ്ങളും നടത്തി ചെയ്യുന്ന ഒരു പണി ഇത്ര സിമ്പിളായിട്ട് ഈ ഭക്ഷണവും അതൊക്കെ കഴിച്ച് ചെയ്യുമ്പോ ഇതല്ലേ സിമ്പിള്? അപ്പൊ ഇത് അറിയാൻ പാടില്ലാത്ത അറിവുണ്ടോ? ചിലര് ഈ പറഞ്ഞ പോലെ ഭദ്രകാളിക്കൊക്കെ ഗുരുതിയൊക്കെ കൊടുത്ത് ചോരയൊക്കെ കാണിച്ച് അയ്യോ അമ്മ പരിപാടിയൊക്കെ കാണിക്കും. അതെ, ഇത് ഏറ്റവും സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽസ്, ഓരോ ചക്രാസിനും ബാലൻസ് ആക്കുന്ന ക്രിസ്റ്റൽസ് ഉണ്ട്, അത് വേറെ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ ക്രിസ്റ്റൽസ് റേക്കി എനർജി കൊടുത്തിട്ട് അത് ക്ലയൻസിന് കൊടുക്കും. ക്രിസ്റ്റൽസിൽ റേക്കി എനർജി കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്രിസ്റ്റൽസ് ചക്രങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? യെസ്. ഓരോ ക്രിസ്റ്റൽ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചക്രാസിന് ഓരോ ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിയിലുള്ള ക്രിസ്റ്റൽസും ഉണ്ട്. ആ ക്രിസ്റ്റൽസ് ഇടുമ്പോ അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കും. ഇപ്പൊ
ഈ നമ്മുടെ ഒരു ചക്ര ഇംബാലൻസ് ആണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ ഇട്ട് അത് ബാലൻസ് ആവും. അതിന് അതായത് ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു മൂലാധാര ചക്രം സ്ലോ ആണ്. ഈ മൂലാധാര ചക്രത്തിന് ഇപ്പൊ ബീട്രൂട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഫുഡ് ആണത്. അപ്പൊ ഈ ക്രിസ്റ്റൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ചക്രത്തെ സ്വാധീനിക്കുന്നത്? ക്രിസ്റ്റൽസിന് ഓരോ ക്രിസ്റ്റൽസിനും വൈബ്രേഷൻസ് ഉണ്ട്. ഇന്ന ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ മൂലാധാരത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വൈബ്രേഷൻ ഉള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. അത് വെയർ ചെയ്താലും മതി. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ കയ്യിൽ കുറച്ച് ക്രിസ്റ്റൽസ് കിടപ്പുണ്ട്, ഇത് ഒറിജിനൽ ആണോ? അത് ഒറിജിനലാണ്. ഒറിജിനലാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ക്രിസ്റ്റൽ ഒറിജിനൽ ആണോ അല്ലയോന്ന്? അത് ഞാൻ ഒരു കാണിച്ചു തരാം. ഇപ്പൊ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാ ഇപ്പൊ എല്ലാ മുത്തുകളും ഒരേപോലെ ഒരേ കളറ് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കണമെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കാതെ ഫേക്കാണ്. നല്ല ഭംഗിയിലിരിക്കുന്ന കാരണം നമ്മളുടെ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ്സ് എല്ലാവരും ഒരേപോലെയാണോ? അല്ല, സെയിം തന്നെയാണ്. ഒരു ക്രിസ്റ്റലിന്റെ സെയിം പാറ്റേൺ ഇതില് ഒരിക്കലും അടുത്തത് വരില്ല. ഇപ്പൊ ഇതിൽ തന്നെ നോക്കൂ, ഏതെങ്കിലും സെയിം ആയി വന്നിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, എല്ലാവരും ശരിയാണ്, ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. ഒന്നും സെയിം ആയി വരില്ല. പിന്നെ അതിന്റെ അകത്തോട്ട് നോക്കുമ്പോ ഇങ്ങനെ പൊടിപടലങ്ങൾ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ കാണാം. ചെറിയ ചെറിയ കുഞ്ഞ് സുഷിരോ, അത് നാച്ചുറൽ ആണ്. അപ്പൊ ഇത് നല്ല ഭംഗിയിലൊക്കെ കിട്ടും. എല്ലാം എൻ്റെ അടുത്ത് ഞാൻ ക്ലയൻസിന് കൊടുക്കുമ്പോ ചിലര് ചോദിക്കും, ക്രിസ്റ്റൽ കാണാൻ ഭംഗിയില്ലല്ലോ. നെറ്റിലൊക്കെ നോക്കുമ്പോ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. അത് നെറ്റില് ഭൂരിഭാഗം ക്രിസ്റ്റലുകള് ചില്ലിന്റെയും ഫൈബറിന്റെയും സിന്തറ്റിക് ഐറ്റംസ് ആണ് കൂടുതൽ. കറക്റ്റ് ഇതിന്റെ മോഡലൊക്കെ വരും. ഇപ്പൊ മിക്കവരുടെ 7 ചക്രയില് ഞാൻ കാണാറുണ്ട് ആംബർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒറിജിനൽ ആംബർ ഇരിക്കും ഇങ്ങനെയാ. ഒറിജിനൽ ആംബർ എന്ന് പറയുന്നത് ഒരു തരം മരത്തിന്റെ പശ ഫോസിലായതാ. മറ്റേ ദിനോസർ പാർക്ക് സിനിമയ്ക്കകത്തൊരു സാധനം കാണിക്കുന്നുണ്ട്, കൊതുകുള്ളിലിരിക്കുന്ന ഒരു സാധനം. ഇതിനെ ഒരു കടും മഞ്ഞ കളറില് നിങ്ങള് നെറ്റിലൊക്കെ നോക്കിയാൽ മതി. 7 ചക്ര മിക്ക പരസ്യത്തിലും ഞാൻ ആംബർ കാണുമ്പോ ഞെട്ടിപ്പോവും. അതിലൊരു മഞ്ഞ മുത്തിനകത്തൊരു ചോപ്പ കളറായിട്ട് ആംബർ കാണാം. അത് ഫേക്കാണ്. അല്ല, അപ്പൊ എനിക്കൊരു സംശയം, എന്റെ കയ്യിലുള്ള ഈ ക്രിസ്റ്റലുകൾ, അതായത് ഇപ്പൊ പച്ച, മഞ്ഞ, നീല, ചുമപ്പൊക്കെ ഉണ്ട്, ഇത് എന്തിനൊക്കെ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്താവശ്യത്തിനുള്ളതായിരിക്കും ഈ ക്രിസ്റ്റലുകൾ നോക്കിട്ട് പറഞ്ഞാൽ മതി. ഇത് മിക്സ് അല്ലേ, അത് നമ്മൾ ഓരോ പർപ്പസിന് കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് കൊടുക്കും. ഇപ്പൊ കരിയർ ഗ്രോത്തിനൊക്കെ ഇടുന്നത് ഇത് നല്ലതാ. കരിയർ ഗ്രോത്തിന്, അപ്പൊ കരിയറിന് വേണ്ടിട്ട്, അതായത് അതായത് എന്നെ പോലെ ഒരാള് ഇപ്പൊ എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കരിയറിന് ഇതാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കരിയർ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ചക്ര നോക്കിയിട്ട് പിന്നെ അവരുടെ പ്രോബ്ലംസ് നോക്കിയിട്ട് അതിനനുസരിച്ച്. അതെങ്ങനെയാ ശരിക്കും നോക്കുന്നത് ക്രിസ്റ്റൽ? അതായത് ക്രിസ്റ്റൽ ചെയ്യുമ്പോ ഈ ചക്രങ്ങൾ എങ്ങനെയാണ്? എന്റെ ഇച്ചിരി ഇപ്പൊ മൂലാധാര ചക്ര ഇച്ചിരി സ്ലോ ആണ്, സഹസ്രാര ഇച്ചിരി വലിയ ഹൈ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വാധിഷ്ഠാന ചക്ര ഇച്ചിരി വലത്തോട്ട് തിരിയുന്നു, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാവുമ്പോ ഇതെങ്ങനെ മനസ്സിലാവും? അതായത് ചക്രങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ കാണാൻ പാടില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തൊലിയുണ്ട്, രോമമുണ്ട്, നഖമുണ്ട്, മുടിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇതിന്റെ ഉള്ളിലുള്ള ഈ സാധനത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത് നമ്മളെ റേക്കിയില് സ്കാനിങ്, ചക്ര സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അതിനെങ്ങനെ വല്ല മെഷീൻ ഉണ്ടോ? അല്ല, അത് നമ്മുടെ കൈ വെച്ചിട്ട് ഓറയില് കൈ വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. അതിൽ ഈ ചക്രാസിന് എങ്ങനെയാ അത് വർക്കാവുന്ന അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു മെത്തേഡ്, ഇവരുടെ പ്രോബ്ലംസ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഇവരുടെ പ്രോബ്ലം എന്താണ്, ഇവരുടെ ഇഷ്യൂ എന്ന് മനസ്സിലാവും. ഇപ്പൊ മൂലാധാരം പ്രശ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കട എന്തായാലും ഉണ്ടായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസ് വരും അവർക്ക്. അതുപോലെ ഭയങ്കര പേടിയായിരിക്കും, എന്ത് കാര്യം മുന്നിട്ട് ഇറങ്ങി ചെയ്യാൻ അത് ശരിയാവും. ഒരു ഉള്ളില് എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കും. പിന്നെ മസിൽ പെയിൻ, പിന്നെ കാര്യങ്ങള് ഇന്ന് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, നാളെ ചെയ്യാം, ഇങ്ങനെ നീട്ടി കൊണ്ടുവരുന്ന സ്വഭാവം, അതും ഈ മൂലാധാരത്തിന്റെ പ്രശ്നമാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നൊക്കെ, പൈൽസ്, അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക് മൂലാധാര ചക്രം. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഫാമിലി, അതായത് ഇങ്ങനെയുള്ള ചില അസുഖങ്ങളൊക്കെ ഈ
എന്താ പറയാ മൂലക്കുരു പോലുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ഈ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന? പാരമ്പര്യമായിട്ട് വരും. നമ്മൾ ആ ഫാമിലിയിലോട്ട് ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ഫാമിലിയിലോട്ട് വന്നിട്ടുള്ളതാ. ഓ, അങ്ങനെയാണ്. അല്ല, നമ്മൾ ഓരോരുത്തരും ജനിക്കണേക്കാളും മുമ്പ് നമ്മൾ തീരുമാനിക്കും എനിക്ക് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതിനാ കുറെ അനുഭവങ്ങൾ നേടാനാണ് നമ്മുടെ ഓരോ ജന്മവും. ഓരോ അനുഭവങ്ങൾ പഠിച്ച് നമ്മൾ ഹൈ ലെവലിലോട്ട് പോവാ. ഇപ്പൊ ഭയങ്കര ഹൈ ലെവലിൽ ഇരിക്കുന്ന സന്യാസിമാരും വലിയ യോഗ്യന്മാരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ജന്മങ്ങള് ചിലപ്പോ എത്ര ലക്ഷങ്ങളൊക്കെ എത്തിക്കാണും. അങ്ങനെയാണ് നമ്മളുടെ ആത്മീയ ഉന്നതി വരുന്നത്. ഇപ്പൊ കുറെ പേരില്ലേ പ്രശ്നം തോന്നുമ്പോ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോഴേക്കും പോയി ആത്മഹത്യ ചെയ്യും. ഇവര് ഇനിയും ജന്മടുത്ത് ഈ സെയിം പ്രോബ്ലം അതിജീവിക്കേണ്ടി തന്നെ വരും. അല്ല, എനിക്കൊരു സംശയം, ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ആത്മഹത്യ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഈ പുനർജന്മത്തിന്റെ കാര്യം പറഞ്ഞ കാരണം കൊണ്ടാണ്. ഇപ്പൊ ഒരു ആള് ഉദാഹരണത്തിന് വിഷം കഴിച്ച് മരിച്ചു. ഈ ജന്മത്തിൽ വിഷം കഴിച്ച് ഒരു 24-ാമത്തെ അല്ലെങ്കിൽ 25-ാമത്തെ ഒരു വയസ്സിൽ വിഷം കഴിച്ച് മരിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ അയാളുടെ ആ സോള് പുനർജനിച്ചു കഴിയുമ്പോൾ ആ സോള് ഒരു 24-ാമത്തെ വയസ്സ് തൊട്ട് ആന്തരികപരമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ആ വിഷം കഴിഞ്ഞ ജന്മത്തിൽ കണക്ട് ചെയ്യാണ്. കഴിഞ്ഞ ജന്മത്തിൽ അയാളുടെ വായിലൂടെ വിഷം ഇറങ്ങിപ്പോയി അവന്റെ ശ്വാസകോശം തൊട്ട് പൊള്ളി മരിച്ച് അങ്ങനെ എല്ലാം ആമാശയെല്ലാം നശിച്ചു, വൃക്ക അടക്കം പോയി. ഈ ഒരു ജന്മത്തില് പുതിയ ജന്മത്തിൽ 24-ാമത്തെ 25-ാമത്തെ വയസ്സ് തൊട്ട് ഇവന് വൃക്കയ്ക്ക് അസുഖം വരുവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടലിന് അസുഖം വരുവാണ്, ആമാശയത്തിന് അസുഖം വരുവാണ്. ഇതൊന്നും നമ്മൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർ പറയും ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് അങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇതൊന്നും ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ലല്ലോ. പാസ്റ്റ് ലൈഫിൽ അത് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ചെയ്തതല്ലേ. സാഹചര്യം അതാ ഞാൻ പറഞ്ഞ, നമ്മൾ അത് അതിജീവിക്കേണ്ടി തന്നെ വരും. അപ്പൊ ഒളിച്ചോട്ടാണ് നടക്കുന്നത്. അല്ല, അതിപ്പോ നമ്മുടെ ആ ഒരു സാഹചര്യം കാരണം കൊണ്ട് ചെയ്തതാണ്. അപ്പൊ അതിന്റെ കർമ്മഫലം നമ്മൾ എന്തിനാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്? ഇതും നമ്മുടെ പുരാണത്തിലുണ്ട്. അല്ല, ഗരുഡ പുരാണം ഞാൻ വായിച്ചതില് ഗരുഡ പുരാണത്തിൽ ഏറ്റവും വലിയൊരു പാപമാണ് ആത്മഹത്യ ചെയ്യാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിപ്പോ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അപ്പൊ ഈ ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ്, പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടേ എത്തിക്കുന്നത് ഈ പറഞ്ഞ യൂണിവേഴ്സ് അല്ലേ. അതിനു മുമ്പത്തെ കർമ്മത്തിന്റെ ഫലം ആ സമയത്ത് അനുഭവിക്കാൻ വന്നിട്ടുള്ളത്. അതിന് ഒളിച്ചോടാണ് ചെയ്യണത്. ഇനി അടുത്തതിൽ അതിനും കൂടുതൽ വരും. ഇപ്പൊ നമ്മള് ഈ റേക്കി ഇതേപോലെ ആത്മീയമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ധൈര്യം വരും. മനസ്സിലായോ? മറ്റേത് നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക. ഈ പേടിക്കുമ്പോ എന്താ കൂടുതൽ പണി നമ്മൾ അട്രാക്ട് ചെയ്തോണ്ടിരിക്കും. നമ്മൾ എന്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൂടുതൽ വരല്ലേ ചെയ്യാ. നമ്മൾ എന്തിനെ കുറിച്ച്, ഇപ്പൊ കടമുള്ള വ്യക്തികൾ എപ്പോഴും കടം മാറണം, ഈ കടം എങ്ങനെ വിട്ടും എന്നുള്ള ചിന്ത മാത്രമായിരിക്കും അവരുടെ ലൈഫില്. ജന്മത്തിൽ അവരുടെ കടം പോയില്ലേ, കാരണം കടം ഇങ്ങനെ കൂടി വരും. എന്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നോ അത് നമ്മുടെ ലൈഫിലോട്ട് കൂടുതൽ വരെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതേപോലെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പൊ ഇതേപോലെ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇപ്പൊ റേക്കി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി വരും. നമ്മൾ അതിന്റെ സൊല്യൂഷനിലോട്ടാണ് പോവുക. അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പരിപാടികള്.